ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ജലീൽ പുനലൂരിനെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികൾ വക്ക് പൊട്ടിയ നേതാക്കന്മാരെന്ന് BJP വിളിച്ചാൽ ഈ എന്റെ വീട്ടിൽ പോയി വിളിച്ചോ എന്ന് പറയാനേ സാധിക്കുള്ളൂ. കിട്ടിയോ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? എന്റെ വീട്ടിലിരിക്കുന്നവരോട് തോന്നുന്ന തോന്നലൊക്കെ അത് BJP നേതാക്കന്മാരോടാണ് തോന്നുന്നുണ്ടെങ്കിൽ അന്നെ വല്ല ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ജലീൽ പുനലൂർ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ വൃത്തികെട്ട നാവിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ പറയുന്ന അവരോട് പറയാനുള്ളത്. എടോ ജലീലേ, BJPയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ വക്കുപൊട്ടിയതാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. താൻ പോയി തന്റെ പാർട്ടി ഓഫീസിലേക്ക് AKG സെന്ററിലേക്ക് നോക്ക്. അവിടെ വക്കുപൊട്ടിയതുള്ളത് കൊണ്ടാണ് 2,78,00,000 രൂപയുടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ED ഉദ്യോഗസ്ഥർ വന്ന് അവിടെ ചർച്ച നടത്തിയത്. വക്ക് പൊട്ടിയോട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അന്വേഷണത്തിൽ കൃത്യമായിട്ട് അവർ നടത്തുന്ന സമയത്ത് അതിന് വിഷമം പൂണ്ട് ദുഃഖം പൂണ്ട് അവർക്ക് നേരെ കൊലപാതകത്തിന് വേണ്ടി തയ്യാറെടുത്തു വന്നത്. അത് വക്ക് പൊട്ടിയവന്മാരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘടനയാണ് ഇടതുപക്ഷം എന്നുള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാട്ടിലുണ്ടെങ്കിൽ പോയി വിളിക്കടോ കട്ടവർമാർക്കെതിരെ വക്ക് പൊട്ടിയവരെന്ന്. എന്താ ഉറക്കം വരുന്നു? അല്ലാണ്ട് കേരളത്തിനകത്ത് ഭാരതത്തിനകത്ത് കൃത്യമായി 12 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു BJP. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിൽ കൃത്യമായി BJP ഭരിക്കുന്നു. അത് വക്കുപൊട്ടിയത് കൊണ്ടാണോ? ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുത്തിട്ടുള്ളതും ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും ഏറ്റവും കൂടുതൽ MP മാരുണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ MLA മാരുണ്ടാകുന്നതും ഒക്കെ പിന്നെ താങ്കൾക്ക് അത് തോന്നും അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ എന്റെ സഭ്യമായ സംസ്കാരം അറിയിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ വാക്കോട് ഉപയോഗിക്കുന്നില്ല. താനക്ക് അത് പൊട്ടിയതും ഇത് പൊട്ടിയതായിട്ട് തോന്നും. അത് തന്റെ കുഴപ്പമാണ്. അത് BJPയുടെ നെഞ്ചത്തോട്ട് വരണ്ട കേട്ടോ. ജോൺ ജോർജ് കൊടുത്ത പരാതിക്കകത്ത് കൃത്യമായ കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി അന്വേഷണം വേണ്ടെന്ന് വെക്കേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് നിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വരികയും ഉദ്യോഗസ്ഥർ അതിന്റെ അന്വേഷണം കൃത്യമായി നടത്തുകയും അന്വേഷണത്തിന്റെ ഭാഗം അതെന്റെ അടുത്ത് വേണ്ട, ഞാൻ പേടിക്കും. ചർച്ച നടത്തുകയും അടിസ്ഥാനത്തിൽ അവരുടെ നെഞ്ചത്ത് കയറാൻ പോയ രാഷ്ട്രീയ ചെറുക്കണമെങ്കിൽ അത് ED ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്ത് നിറങ്ങിട്ടാവില്ല. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. 2018 മുതൽ ഒരു പ്രവർത്തനവും ഈ കമ്പനി കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല. അപ്പോൾ വീണ വിജയൻ IT ഫീൽഡിലുള്ള ആളാണ്, അതുകൊണ്ട് ഇങ്ങനെ കോടികൾ അക്കൗണ്ടിലേക്ക് മറിഞ്ഞുകൊള്ളും എന്നൊക്കെ താങ്കളെ ആരാണ് ഈ പറഞ്ഞു പഠിപ്പിച്ചു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അന്വേഷണ ഏജൻസിയുടെ ആ റിപ്പോർട്ടിനൊന്നും പുല്ലുവരെ പോലും ഈ രാജ്യത്തില്ല എന്ന് അവരുടെ തന്നെ ചരിത്രം തെളിയിക്കുന്നുണ്ട്. 6000 കേസുകളാണ് ഈ കൂട്ടിലടച്ച തത്ത ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. അതിൽ തന്നെ 16,000 വീണ ജോർജ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ നല്ലതാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അല്ല, വീണ വിജയന്മാരെ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. അവസാനം എത്തപ്പെട്ടത് 14 എണ്ണം പോലും തെളിയിക്കാൻ നിങ്ങൾ ഈ പർവ്വതീകരിച്ച് പറയുന്ന ഈ EDക്കോ ഇതിന്റെ കുറ്റപത്രത്തിനോ ഇതിന്റെ റിപ്പോർട്ടിനോ സാധിച്ചിട്ടില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ജലീൽ പുനലൂരിനെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് വൃത്തിഹീനമായിട്ടുള്ള പ്രവർത്തികൾ അവരുടെ ആളുകൾ ചെയ്താലും അതിനെ ന്യായീകരിക്കുക എന്നതിനുപരി വേറെ ഒന്നും അതിനകത്ത് അവർക്കില്ല എന്നാണ് ബോധ്യമുള്ളത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഒരു ചുടുകട്ട കൊണ്ട് എറിഞ്ഞതാണോ ഇത്ര വലിയ കുഴപ്പം, അത് ഇത്ര വലിയ ആക്രമണം എന്നൊക്കെ ചോദിച്ചത്? അത് ഈ പറയുന്ന വിദ്വാന്റെ ഭാര്യയോ മക്കളോ ഒരു ഉദ്യോഗസ്ഥരാണ് എങ്കിൽ ആ ഉദ്യോഗസ്ഥർ ഒരു സ്ഥലത്ത് ജോലിയുടെ ഭാഗമായിട്ട് പോയി ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോയിട്ട് അന്വേഷിച്ച് തിരിച്ചു വരുമ്പോൾ ഇതേപോലെ കുറേ എണ്ണം പുറത്ത് നിന്നിട്ട് ചുടുകട്ട എടുത്തിട്ട് അവരുടെ നിറയിലേക്ക് എറിഞ്ഞിരുന്നെങ്കിൽ ഈ വിദ്വാൻ എങ്ങനെയാണ് മറുപടി പറയുക എന്ന് അന്ന് നമുക്ക് കാണാം. പറ്റുന്ന വർത്താനം പറയരുതേ, പറയിപ്പിക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമല്ല, ആരാന്റെ നെഞ്ചത്ത് കയറിയതല്ല, അവർ സഹിച്ചോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുമില്ല. നിങ്ങളുടെ പാർട്ടിക്ക് അതിനുള്ള ലൈസൻസും ഇല്ല. അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മുന്നേ പറഞ്ഞൊരു കാര്യം, എന്താ ദുർഗതി BJPക്ക് വന്നത്ര. BJPക്ക് അല്ലാടോ ദുർഗതി വന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ ന്യായീകരിക്കുന്ന ഈ പാർട്ടിക്കാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തെ വലിച്ചിട്ട് പുറത്തേക്ക് കളഞ്ഞത്. ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ കുറച്ചുകൂടി മുൻപേ ഇത് ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിയെ 7 അയലക്കത്ത് പോലും കാണാത്ത സംവിധാനമാക്കി മാറ്റിയത്. ഇപ്പോൾ കേരളക്കാരെയും അത് ആക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്തിരിക്കുന്നത്. അതിൻ്റെ ചൊരുക്ക് തീർക്കുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടല്ല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ.
സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ഒരു കമ്പനിക്ക് ഒരു സേവനം കൊടുക്കാതെ ആ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ സാധ്യമാകുമോ ഇല്ലയോ? നമ്പർ 1. നമ്പർ 2, ആ കമ്പനിക്ക് കൊടുത്ത സേവനങ്ങളെ കുറിച്ച് കൃത്യത വരുത്തേണ്ടതുണ്ടോ? ആ വരുത്തിയിട്ടുണ്ടോ? നമ്പർ 3, ആ സേവനം കൊടുക്കാതെ തന്നെ മാസം തോറും ഇങ്ങനെ പൈസ കിട്ടുന്ന സമയത്ത് ആ നിലവിലെ കമ്പനിയെങ്കിലും അവിടെ ഉണ്ടാകണ്ടേ? ആ കമ്പനി അടച്ചുപൂട്ടിപ്പോയല്ലോ, എന്നിട്ടും പൈസ സ്വീകരിച്ചിരുന്നല്ലോ. അതെന്ത് അടിസ്ഥാനത്തിലാണ്? തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പൊ ചോദിക്കുന്നത്, തന്നവർക്കും കുഴപ്പമില്ല, മേടിച്ചവർക്കും കുഴപ്പമില്ല, ഞങ്ങൾ ടാക്സും അടച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് കുഴപ്പം? അങ്ങനെ സാധ്യമാകുമോ? തന്നവർക്കും കൊടുത്തവർക്കും കുഴപ്പമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഒരു സാറ് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? 1 കോടി എന്ന് പറയുമ്പോൾ അത് ദിർഹമാണ്, ദിർഹം. ആ ദിർഹം കാൽക്കുലേറ്റ് ചെയ്യാൻ BJP-ക്കാർക്ക് അറിയില്ല. എന്നിട്ട് എല്ലാ അറിവിന്റെയും തമ്പുരാൻ കാൽക്കുലേറ്റ് ചെയ്തതോ 30,000 ദിർഹമാണ്. അത്ര അത് 30,000 ദിർഹം എന്ന് പറഞ്ഞാലേ 7,35,000 റുപ്യ അല്ലെ 7,65,000 റുപ്യ വരും. അതൊന്ന് ആദ്യം പഠിക്കേ, എന്നിട്ട് BJP-ക്കാരെ സ്കൂളിൽ പഠിപ്പിക്കാൻ വാ. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. എന്താണ് ശ്രീ ജലീൽ പുനലൂർ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? അല്ല, നിങ്ങൾ BJP-യിൽ എന്താണ് അത് സഭ്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീ ജലീൽ പുനലൂർ പറഞ്ഞ കാര്യം ഒന്ന് പറയേണ്ടതുണ്ട്. ഈ BJP-യിൽ ഈ വക്ക് പൊട്ടിയ നേതാക്കളാണ് ഈ BJP-യിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ജലീൽ പുനലൂർ പറഞ്ഞത്. ഞാൻ യഥാർത്ഥത്തിൽ അത് ഉല്ലാസ് ബാബു കേട്ടിട്ടുണ്ടാകും എന്നാണ് വിചാരിച്ചത്. അതിനൊരു മറുപടി പറയാം. അപ്പൊ അതിനൊരു തീരുമാനമായി. അല്ല, ജലീൽ പുനലൂരിനെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികൾ വക്ക് പൊട്ടിയ നേതാക്കന്മാരെന്ന് BJP-യെ വിളിച്ചാൽ ഈ എൻ്റെ വീട്ടിൽ പോയി വിളിച്ചോ എന്ന് പറയാനേ സാധിക്കുള്ളൂ. എൻ്റെ വീട്ടിലിരിക്കുന്നവരോട് തോന്നുന്ന തോന്നലൊക്കെ അത് BJP നേതാക്കന്മാരോടാണ് തോന്നുന്നുണ്ടെങ്കിൽ അന്നെ വല്ല ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ജലീൽ പുനലൂർ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ വൃത്തികെട്ട നാവിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ പറയുന്നവരോട് പറയാനുള്ളത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എടോ ജലീലേ, BJP-യുടെ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ വക്ക് പൊട്ടിയതാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. താൻ പോയി തന്റെ പാർട്ടി ഓഫീസിലേക്ക് AKG സെന്ററിലേക്ക് നോക്ക്. അവിടെ വക്ക് പൊട്ടിയതുള്ളത് കൊണ്ടാണ് 2,78,00,000 രൂപയുടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ED ഉദ്യോഗസ്ഥർ വന്ന് അവിടെ ചർച്ച നടത്തിയത്. അവിടെ വക്ക് പൊട്ടിയതുള്ളത് കൊണ്ടാണ് നിരവധി കേസുകളിൽ കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നത്. അവിടെ വക്ക് പൊട്ടിയോട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അന്വേഷണത്തിൽ കൃത്യമായിട്ട് അവർ നടത്തുന്ന സമയത്ത് അതിന് വിഷമം പൂണ്ട്, ദുഃഖം പൂണ്ട് അവർക്ക് നേരെ കൊലപാതകത്തിന് വേണ്ടി തയ്യാറെടുത്തു വന്നത്. അത് വക്ക് പൊട്ടിയവന്മാരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘടനയാണ് ഇടതുപക്ഷം എന്നുള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാട്ടിലുണ്ടെങ്കിൽ പോയി വിളിക്കടോ കട്ടവന്മാർക്കെതിരെ വക്ക് പൊട്ടിയവരെന്ന്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കേരളത്തിനകത്ത് ഭാരതത്തിനകത്ത് കൃത്യമായി 12 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു BJP. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിൽ കൃത്യമായി BJP ഭരിക്കുന്നു. അത് വക്കുപൊട്ടിയത് കൊണ്ടാണോ? ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുത്തിട്ടുള്ളതും ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും ഏറ്റവും കൂടുതൽ MP-മാരുണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടാകുന്നതും ഒക്കെ പിന്നെ താങ്കൾക്ക് അത് തോന്നും. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ എന്റെ സഭ്യമായ സംസ്കാരം അറിയിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ വാക്കോട് ഉപയോഗിക്കുന്നില്ല എന്ന്. തനിക്ക് അത് പൊട്ടിയതും ഇത് പൊട്ടിയതായിട്ട് തോന്നും. അത് തന്റെ കുഴപ്പമാണ്. അത് BJP-യുടെ നെഞ്ചത്തോട്ട് വരണ്ട കേട്ടോ. ഷോൺ ജോർജ് കൊടുത്ത പരാതിക്കകത്ത് കൃത്യമായ കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി അന്വേഷണം വെക്കേണ്ടതില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് നിർമ്മിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വരികയും ഉദ്യോഗസ്ഥർ അതിന്റെ അന്വേഷണം കൃത്യമായി നടത്തുകയും അന്വേഷണത്തിന്റെ ഭാഗമായി ചർച്ച നടത്തുകയും ആ ചർച്ച അവരുടെ നെഞ്ചത്ത് കയറാൻ പോയ രാഷ്ട്രീയ ചെറുക്കമെങ്കിൽ അത് ED ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്ത് നിറങ്ങിട്ടാവുന്നത് നിങ്ങൾ വിളിച്ചു പാർട്ടിയില്ലാത്തവരാണ് താൻ ആ രാഷ്ട്രീയ നേട്ടമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പോയി അവിടെ പോയി പറ. അല്ലാണ്ട് BJP-യുടെ നെഞ്ചത്ത് കേട്ടോ. അതാണ് അതിനുള്ള മറുപടി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയത് ഈ കാര്യത്തിനാണ് എന്ന ഇടതുപക്ഷത്തിന്റെ നാണം കെട്ട വിശദീകരണം അംഗീകരിക്കുന്നതിന് തുല്യമായി സ്വന്തം പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുമായി ഒത്തുകളി ആലോചിക്കുമ്പോൾ അവരും ഇതേ ഒത്തുകളി ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു കാര്യമില്ല. താങ്കൾ പറഞ്ഞത് താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ പ്രവർത്തിക്കുന്നത് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നാണ്. അതാണ് ബാക്കിയുള്ളവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ല കാര്യം നടന്നു. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.